ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാജോ കോർണർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഞാനിങ്ങനെ പുതിയ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്യാൻ മടിയായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നോർമലായിട്ട് ഒരു ദിവസം ഞാൻ എന്തൊക്കെയാണ് കുക്ക് ചെയ്യാറെന്നുള്ളത് വീഡിയോ എടുക്കാനും. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും തുടങ്ങാം അല്ലേ. ഞാനിന്ന് മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഞാൻ പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. അതിലേക്ക് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അരിഞ്ഞു വെച്ച ഉള്ളി ഇത്രയും ചേർത്തു. അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. പിന്നെ മസാല ദോശയ്ക്ക് വേണ്ട ഉരുളക്കിഴങ്ങ് ഞാൻ എണീറ്റപാടെ അതെടുത്ത് വേവിക്കാൻ വെച്ചു. കാരണം നമുക്കത് തണുത്തതിന് ശേഷം തൊലി കളയാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ കുറേ ടൈം അവിടെ പോകുമല്ലോ, അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അത് വേവിക്കാനൊക്കെ വെച്ചു. ഇപ്പോൾ ഉള്ളിയൊക്കെ വഴന്നു. ഇനി ഇതിലേക്ക് ഞാനത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത് ചേർക്കുകയാണ്. ഉപ്പിടാതെയാണ് കേട്ടോ ഞാൻ വേവിച്ചത്, അല്ലാതെ ഉപ്പിട്ടിട്ടൊന്നുമല്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇത് വറ്റിച്ചെടുക്കുകയാണ്. വേറൊന്നല്ല, ഉപ്പിടാതെ വേവിച്ചുകൊണ്ട് അതിനകത്ത് ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി, വേണമെങ്കിൽ അടച്ചു വയ്ക്കുക. ഞാൻ അടച്ചൊന്നും വെച്ചില്ല, അല്ലാതെ തന്നെ അത് കുക്കായി. അപ്പോൾ ഇത് റെഡിയായി. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ഞാനിപ്പോൾ അരിമാവ് തലേന്ന് രാത്രി അരച്ച് വെച്ചതാണ്. അപ്പോൾ ഇത് നൈസാക്കി പരത്തിയിട്ട് ഞാൻ അത്യാവശ്യം നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നെയ്യ് ഇഷ്ടമില്ലാത്തവർ അതൊക്കെ സ്കിപ്പ് ചെയ്യാം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ നല്ല മൊരിഞ്ഞ് കിട്ടും നെയ്യ് ഒഴിക്കുമ്പോൾ. മസാല ദോശ ആകുമ്പോൾ മൊരിഞ്ഞിരിക്കണല്ലേ ഒരു ടേസ്റ്റ്. ഇപ്പോൾ രണ്ട് സൈഡ് വെന്തു. ഇനി കുറച്ച് നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഇതിനകത്ത് വെച്ചിട്ട് നമുക്കിത് മടക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതേ മസാല ദോശ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ദോശപ്പൊടി കൂടെ കൂട്ടുകയാണ്. സംഭവം അടിപൊളിയായി. ഇനി നമുക്ക് ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ലഞ്ചിന് കൂട്ടാൻ എന്താ വെക്കേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ മാങ്ങാക്കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നാടൻ മാങ്ങയൊന്നുമല്ല, നമ്മൾ വാങ്ങുന്ന മാങ്ങയാണ്. പക്ഷെ ഞാൻ അതുകൊണ്ട് വെക്കാറുണ്ട്. ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും 2 ചെറിയ കഷ്ണം ശർക്കരയും ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് കുക്കറിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ വേഗം ആവാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം അരച്ച് പാരാം. നാളികേരത്തിൻ്റെ കൂടെ ഞാൻ പച്ചമുളകും ജീരകവും കുറച്ച് തൈരും ചേർത്തിട്ടുണ്ട്. നമ്മൾ നാടൻ മാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ആ മാങ്ങാക്കറിയുടെ ടേസ്റ്റ് ഇതിന് കിട്ടില്ല. എന്നാലും മാങ്ങ കൂട്ടാൻ വെച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതും ഇഷ്ടമാവും. ഞാൻ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെക്കാറുണ്ട്. ഇതിപ്പോൾ തിളച്ച് വന്നു. ഇപ്പോൾ ഉപ്പൊക്കെ ഞാൻ നോക്കിയ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും പിന്നെ കുറച്ച് ഉലുവയും ഒക്കെ വറുത്തിട്ട് കഴിഞ്ഞാൽ സംഭവം നല്ല കിടു ടേസ്റ്റായി. അപ്പോൾ ഇതേ ഞാൻ ചോറ് അടുപ്പത്ത് വെച്ചത് തിളയ്ക്കുന്നുണ്ട്. ഞാൻ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക് ഞാൻ വറവിടുന്നത് ഉള്ളി മാത്രമേ ഉള്ളൂ. ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റി കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ വഴറ്റിയിട്ട് അതിലേക്ക് വെണ്ടയ്ക്ക ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യണത്. സാധാരണ വെണ്ടയ്ക്ക എല്ലാവർക്കും ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ആയിരിക്കും ഇഷ്ടം. കാരണം അതിൻ്റെ വഴുവഴുപ്പുള്ളത് കൊണ്ട് അധികം എല്ലാവർക്കും അങ്ങനെയായിരിക്കും ഇഷ്ടം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴും അങ്ങനെ വഴുവഴുപ്പൊന്നും വല്ലാതെ ഉണ്ടാവില്ല. ഇത് അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് അടുപ്പ് തുറന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ച്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല എല്ലാ ഭാഗവും ഒരേപോലെ ഫ്രൈ ആവും. ഇല്ലെങ്കിൽ അടിഭാഗം മാത്രം ഇങ്ങനെ മുരിഞ്ഞിരിക്കും. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് ലഞ്ച് റെഡിയാണ്. ചോറ്, മാങ്ങാക്കൂട്ടാൻ, വെണ്ടയ്ക്കുപ്പേരി, നാരങ്ങച്ചാർ. ഉപ്പേരിയുടെ എടുത്തിരിക്കുന്നത് പപ്പടമാണേ. അത് ഞാൻ മുറിച്ച് കാച്ചതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. ലഞ്ച് കഴിഞ്ഞതിന് ശേഷം ഈവനിങ് സ്നാക്കായിട്ട് എളുപ്പത്തിൽ എന്താ ഉണ്ടാക്കാമെന്ന് ആലോചിച്ചപ്പോൾ ഉള്ളിവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് കുറച്ച് ഉള്ളി, അതിലേക്ക് ഇഞ്ചി,
പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. സാധാരണ ഗോതമ്പ് പൊടി ചേർക്കാറില്ല ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ. ഇതൊരു പരീക്ഷണമായിരുന്നു. എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ ഇത് ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയതെന്നൊന്നും അറിയില്ലായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. വെറും 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈവനിങ് സ്നാക്കും റെഡിയായി. ഇത് ചൂടോടുകൂടി ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിലെ അവസാനത്തെ ഐറ്റം ഞാൻ ഡിന്നറിന് വേണ്ടി ഉണ്ടാക്കിയ ഗ്രീൻ പീസ് കറിയാണ്. ഈ ഗ്രീൻ പീസ് തലേന്ന് രാത്രി വെള്ളത്തിലിട്ടാണ്. ഇത് കുറച്ച് മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഗ്രീൻ പീസ് വേവുന്ന സമയം കൊണ്ട് ഞാൻ ഒരു പാനിൽ ഓയിൽ ചൂടാക്കി ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്തു. അതിനുശേഷം അതിലേക്ക് പച്ചമുളകും ഉള്ളിയും ആഡ് ചെയ്യുകയാണ്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് വഴറ്റാം. ഉള്ളി ഒന്ന് വഴന്നു വന്നതിന് ശേഷം അരിഞ്ഞു വെച്ച് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ പീസ് പകുതി വേവായപ്പോൾ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടെ ആഡ് ചെയ്തിട്ട് വേവിക്കാൻ വയ്ക്കുകയാണ്. അപ്പോൾ ഇതേ ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വഴന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന അരപ്പ് പ്രത്യേകിച്ചൊന്നുമില്ല, നാളികേരം അരച്ചത് മാത്രമാണ്. ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ച മിക്സറിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കുക. അത് ഗ്രീൻ പീസിനകത്ത് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ശേഷം നാളികേരം അരച്ചത് ഒഴിച്ചു കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡിയായി. എൻ്റെ ഒരു ദിവസത്തെ പാചകം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്